ഏറ്റവും ബഹുമാന്യയായ അധ്യക്ഷ ഡോക്ടർ CS ലക്ഷ്മി, പ്രിയങ്കരനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ PC വിശ്വനാഥ്, ബഹുമാന്യയായ ശ്രീമതി സൽമ MP, ശ്രീ അൻവർ അലി, ഡോക്ടർ ചാർലി ചെറിയാൻ, ശ്രീ കോശി സാമുവൽ, ഇതിൻ്റെ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടറായ ശ്രീമതി കനകഹാമ, ശ്രീ മടക്കാല ഗോപാലകൃഷ്ണൻ, ശ്രീ രാജഗോപാൽ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുള്ള ഏറ്റവും ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പമ്പയുടെ ഈ മനോഹരമായ തീരത്ത് 14ാമത്തെ വർഷം സംഘടിപ്പിച്ചിരിക്കുന്ന പമ്പ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഓരോ ഫെസ്റ്റിവലും കഴിയുമ്പോൾ അതിൽ വന്നിരിക്കുന്ന അതിഥികളെക്കുറിച്ചും എഴുത്തുകാരെക്കുറിച്ചുമൊക്കെ സാധാരണ വിഷ്ണു പറയാറുണ്ട്. ഇതൊരു സൗത്ത് ഇന്ത്യൻ റൈറ്റേഴ്സിന്റെ ഒരു കൂട്ടായ്മ കൂടിയാണ്. ഈ ഫെസ്റ്റിവലിലുള്ള പ്രത്യേകത ഇവിടെ പെർഫോമിംഗ് ആർട്സിന്റെ കൂടി വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ഒരു സാംസ്കാരിക ഉത്സവം എന്ന് പറയുന്നത് അത് നൽകുന്ന സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ, ലോകത്ത് നടക്കുന്ന ഒരുപാട് സംഭവങ്ങളെ കുറിച്ച് തിരിച്ചറിയാൻ, പുസ്തകങ്ങളെ കുറിച്ചറിയാൻ, കലയെ കുറിച്ചറിയാൻ, സംഗീതത്തെക്കുറിച്ചറിയാൻ ഒക്കെയുള്ള വലിയ അവസരമാണ്. അത് മുടങ്ങാതെ 13 വർഷക്കാലം സംഘടിപ്പിച്ചു. 14ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ വിഷ്ണുവിനെയും ശ്രീമതി കനകഹാമയെയും ഇക്കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കും. മാത്രമല്ല, അവരുടെ പുറകിൽ പ്രവർത്തിച്ചൊരു ടീം തീർച്ചയായും ഉണ്ടാവും. ആ ടീമിനും അവരും അഭിനന്ദനം അർഹിക്കുകയാണ്. നമ്മുടെ ഈ കാലം വളരെ വല്ലാത്ത കാലമാണ്. നമ്മൾ പറയും കെട്ട കാലമാണ് എന്ന് പറയും. എല്ലാവരും എല്ലാവരിലേക്കും ഒതുങ്ങുന്ന ഒരു കാലമാണ്. സ്വാർത്ഥതയിലേക്ക് ഒതുങ്ങുന്ന ഒരു കാലമാണ്. അവിടെ നിന്ന് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ട് ഒരു സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് പലരും വിസ്മരിച്ചു പോവുകയാണ്. മനുഷ്യന്റെ പരിണാമ ദിശകളിലെല്ലാം മനുഷ്യന്റെ ഈ കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സങ്കടങ്ങളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹം കരകയറിയത് ആ കൂട്ടായ്മയിൽ നിന്നു കൂടിയാണ്. ആ കൂട്ടായ്മ ഉണ്ടാകുമ്പോഴാണ് കലയും സാഹിത്യവും ഉണ്ടാകുന്നത്. ആ കൂട്ടായ്മയെ ചേർത്ത് പിടിക്കുന്ന മഹനീയമായ ദൗത്യമാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും എഴുത്തുകാരും ഉൾപ്പെടെയുള്ള എല്ലാവരും ചെയ്യുന്നത്. അവർ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും വരാനുള്ള കാലത്തെക്കുറിച്ചും വർത്തമാനത്തെക്കുറിച്ചും എല്ലാം അവർ സംസാരിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കും. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ട ആശയങ്ങൾ, കലകൾ, നമുക്കറിയാം, നമ്മുടെ പാരമ്പര്യ കലകൾ അതെല്ലാം നിലനിർത്തേണ്ടതാണ്. എല്ലാം പരമ്പരാഗതമായ എല്ലാം നിലനിർത്തേണ്ടതാണ്. ഞാൻ ചില അമ്മമാരോട് പരാതി പറയും. ചില അമ്മമാർക്ക് അവർ പ്രത്യേകമായ ഡിഷ് ഉണ്ടാകും, പ്രത്യേകമായ ഭക്ഷണം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അവരുടെ മക്കൾക്ക് അവരത് പകർന്നു കൊടുക്കുന്നില്ല. ആ മക്കളെ കൊണ്ട് കൂടിയോ അല്ലെങ്കിൽ മകന്റെ ഭാര്യയായിട്ട് വരുന്ന ഒരാൾക്കെങ്കിലും ആ ഒരു ഭക്ഷണത്തിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. നമ്മുടെ ആ ഒരു കൾച്ചറൽ ലെഗസി, നമ്മുടെ ഒരു സാംസ്കാരിക പാരമ്പര്യം അത് നിലനിർത്തുക. അത് നിലനിർത്താൻ ഏറ്റവും വലിയ സംഭാവനകൾ ചെയ്യുന്നത് പുസ്തകങ്ങളാണ്. നമ്മൾ നമ്മുടെ പിന്നിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടാനുള്ള കാര്യങ്ങളെല്ലാം എല്ലാ തലമുറകളും വളർന്നു വന്നത് അങ്ങനെയാണ്. നമ്മുടെ എല്ലാം കഴിഞ്ഞു പോയ തലമുറകൾക്ക് അവകാശപ്പെട്ടത് ഈ തലമുറകൾക്ക് നിഷേധിക്കാൻ നമ്മൾ പാടില്ല. ഞാൻ പറയും, നമ്മൾ അമ്മമാരുടെ മടിയിൽ കിടന്ന് രാമായണം കഥകൾ കേട്ടവരാണ്, മഹാഭാരതം കഥകൾ കേട്ടതാണ്. ഞാൻ എത്രയോ പ്രാവശ്യം ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം അതൊരു ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഗ്രഹാതുരത്വം നിറഞ്ഞ സ്മരണകൾ ഇരമ്പിയെത്തുന്ന ഒരു ഓർമ്മയാണ്. അമ്മയുടെ മടിയിൽ കിടന്ന് അമ്മയുടെ വാത്സല്യമാർന്ന വിരലുകൾ നമ്മുടെ നെറുകയിലൂടെ ഓടിച്ചുകൊണ്ട് അമ്മയുടെ ഭാഷയിൽ നമുക്ക് കഥകൾ പറഞ്ഞു തന്നത്. ഞാൻ എന്നിട്ട് പറയും, വലുതാവുമ്പോൾ കളിയാക്കും, എല്ലാ സ്ത്രീകളും കൃഷ്ണപക്ഷപാതികളാണ്. കൃഷ്ണൻ എന്ത് കുഴപ്പം ചെയ്താലും പറയും
അപ്പൊ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ വായു പൊത്തിപ്പിടിക്കും ഭഗവാനെ എന്ന് പറഞ്ഞു. ഏകദേശം ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകളെല്ലാം കഥകൾ പറഞ്ഞു തരുന്നവരെല്ലാം കൃഷ്ണപക്ഷവാദികളായിട്ടുള്ള സ്ത്രീകൾ. പക്ഷേ അവരൊന്നും പണ്ഡിതരായിട്ടല്ലായിരുന്നു. അവർ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അവർ കൈമാറ്റം ചെയ്യപ്പെട്ട കഥകളാണ്. ആ കഥകൾ കേട്ടാണ് നമ്മളെല്ലാം വായനക്കാരായത്, പുതിയ കഥകൾ അന്വേഷിച്ചു പോയത്, അല്ലേ? അവരുടെ കഥകൾ കേട്ടിട്ട് പണ്ഡിതരായിരുന്ന അവരല്ലല്ലോ. അവര് ആ തലമുറകളിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ വലിയൊരു കാര്യമാണ് നമുക്ക് വേണ്ടി അവർ പകർന്നു തന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് അത് കിട്ടുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ആ കുട്ടികളും അതിൽ അർഹതപ്പെട്ടവരാണ്. ഈ അമ്മമാരും ഈ മുത്തശ്ശിമാരും എല്ലാം ആ കുഞ്ഞുങ്ങൾക്ക് കൂടി അത് പകർന്നു കൊടുക്കണം. നമുക്ക് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, നമ്മള് വലുതാവുമ്പോഴാണ് നമ്മളോട് പറഞ്ഞത് കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ തർക്കിക്കുന്നത്. അപ്പൊ രാമായണത്തിൽ സീതയെ രാമൻ കൊണ്ടുപോയി കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചപ്പോ വളരെ മോശമായി പോയെന്ന് പറഞ്ഞെന്നാണ് അമ്മ വലുതായപ്പോ പറഞ്ഞത്. എനിക്ക് ഓർമ്മയില്ല പറഞ്ഞത്. അപ്പൊ അമ്മ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു, പ്രത്യേകമായ സാഹചര്യം. അപ്പൊ ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചു, അച്ഛന്റെ അനുജനെ വിളിച്ചിട്ട് അമ്മയെ കൊണ്ട് കാട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു. കഥകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? രാമായണത്തിലാണെങ്കിലും മഹാഭാരതത്തിലാണെങ്കിലും ബൈബിൾ കഥകളിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരുപാട് കഥാതന്തുക്കളുണ്ട്. അതിൽ നിന്ന് തന്നെ എത്രയോ കഥകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് എത്രയോ കഥാപാത്രങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ എത്രയോ കഥാപാത്രങ്ങളെ പരിണതപ്രജ്ഞരായ എഴുത്തുകാർ, ശിവാജി മറാഠി എഴുത്തുകാരനായ ശിവജി സാവന്താണ് മഹാഭാരതത്തിലെ കർണനെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു തന്ന മൃത്യുഞ്ജയ എന്നതിലൂടെ. അങ്ങനെ ഒരുപാട് എഴുത്തുകാർ ഒരുപാട് കഥാപാത്രങ്ങളെ എല്ലാം സൃഷ്ടിച്ചു. അപ്പോ എഴുത്ത് എന്ന് പറയുന്നത് എഴുത്തുകാരൻ ചെയ്യുന്നത് നമ്മളെ വായനക്കാരെ അവരുണ്ടാക്കുന്ന ഭാവനയുടെ പ്രത്യേകമായൊരു ഭൂമികയിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോയാണ്. എഴുത്തുകാരാണ് സൃഷ്ടിക്കുന്നത്. അവന്റെ നോവലിലെ അല്ലെങ്കിൽ കഥയിലെ പശ്ചാത്തലം, അതിന്റെ ഭൂമിക എഴുത്തുകാരന്റെ ഭാവനയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒന്നാണ്. അവിടേക്കാണ് വായനക്കാരനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമ്മൾ എവിടെ ഇരുന്ന് വായിച്ചാലും ഏത് മുറിയിലിരുന്ന് വായിച്ചാലും എഴുത്തുകാരന്റെ ഭാവനാ ലോകത്തേക്ക് വായനക്കാരനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദൈവികമായ ഒരു വരദാനം പോലെ സിദ്ധിച്ച ഒന്നാണ് എഴുത്ത് എന്ന് പറയുന്നത്. ആ എഴുത്താണ്. കലയും അതുപോലെ തന്നെ. എല്ലാവർക്കും കലാകാരന്മാരാകാൻ കഴിയുമോ എന്ന ആ ചോദ്യത്തിന്റെ എനിക്ക് ഉത്തരം അറിയില്ല. പക്ഷെ കലാകാരന്മാർ അവർക്കും ദൈവികമായ വരദാനം പോലെ അവരഭ്യസിക്കുന്ന കലകൾ അതിമനോഹരമായി പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയുന്ന സിദ്ധി എന്ന് പറയുന്നത് വലുതാണ്. ഈ കലയും സംഗീതവും ഈ എഴുത്തും എല്ലാം നമ്മുടെ മനുഷ്യ ജീവിതത്തെ, സാമൂഹ്യ ജീവിതത്തെ നമ്മളെ നവീകരിക്കാൻ എത്രമാത്രം പ്രയോജനപ്പെടുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, കലയും സംഗീതവും എഴുത്തും ഒന്നും ഇല്ലാത്ത ഒരു ലോകമായിരുന്നു എങ്കിലോ നമ്മുടെ എത്ര ഡ്രൈ ആവുമായിരുന്നു, നമ്മളെല്ലാം നിരാശരാകുമായിരുന്നു, അല്ലെ? നമ്മളെല്ലാം പരസ്പരം ചിലപ്പോൾ കലാകാരന്മാരാകുന്നത് പരസ്പരം വഴക്കിട്ടിട്ടായിരിക്കും, അല്ലെ? പരസ്പരം യുദ്ധം ചെയ്തിട്ടായിരിക്കും. ഇപ്പോഴും നമ്മളത് ചെയ്യുന്നുണ്ട്. മനുഷ്യൻ ഒരുപാട് പുതിയ കാലങ്ങളിലേക്ക് പോകുന്നുണ്ട് എങ്കിലും, മനുഷ്യൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും, ഇത് നോളജ് എക്സ്പ്ലോഷന്റെ കാലമാണ്, വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന കാലമാണ്. ഓരോ നിമിഷവും പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പക്ഷേ മനുഷ്യന്റെ ജീവിതം, സാമൂഹ്യ ജീവിതം, കുടുംബ ജീവിതം എന്നതിന്റെ എല്ലാം അടിത്തറ, അതിനെ ഭംഗിയാക്കുന്നത്, അതിന് മനോഹാരിത നൽകുന്നത്, അതിനെ ജീവസുറ്റതാക്കുന്നത് കലയും സംഗീതവും എഴുത്തും തന്നെയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ എഴുത്തുകാരെ, കലാകാരന്മാരെ ആദരിക്കാൻ, അവരെ ബഹുമാനത്തോടു കൂടി നോക്കിക്കാണാൻ സമൂഹത്തിന് കഴിയണം. അവർ നൽകുന്ന സന്ദേശം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. പഴയ കാലത്തെക്കുറിച്ചും പുതിയ കാലത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചുമെല്ലാം അവര് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ കിട്ടുന്ന അവസരം കൂടിയാണ് ഈ മനോഹരമായ ഒരു പ്ലാറ്റ്ഫോം. സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരും കലാകാരന്മാരും സമ്മേളിക്കുന്ന ഈ പ്ലാറ്റ്ഫോം ഈ പമ്പയുടെ തീരത്ത് എല്ലാ കാലവും നിലനിൽക്കുന്ന ഒരു വലിയ ഫെസ്റ്റിവലായി, സാംസ്കാരിക ഉത്സവമായി എന്നും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ 14ാമത് എഡിഷൻ, പമ്പ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 14ാമത് എഡിഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.